കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്തിലെ ഗോതമ്പ റോഡ് തോണിച്ചാൽ പ്രദേശത്ത് കരിങ്കൽ ക്വാറികൾക്കായി മലയിടിക്കൽ. അടുത്ത മഴക്കാലമെത്തുമ്പോൾ 50ഓളം കുടുംബങ്ങൾ ഇല്ലാതാകുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ഗോതമ്പ് റോഡ് തോണിച്ചാൽ മേഖലയിലെ 50ഓളം കുടുംബങ്ങൾക്കാണ് നിലനിൽപ്പ് പോലും ഭീഷണിയിലായിരിക്കുന്നത്. സ്വകാര്യ കരിങ്കൽ ക്വാറികൾക്കായി നിർമ്മിക്കുന്ന റോഡിനായി മലയിടിക്കുന്നതാണ് 50ഓളം കുടുംബങ്ങളെ ആശങ്കയിലാക്കിയത്. ഇതോടെ പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് സമരസമിതി. ഈ താമസിക്കുന്ന 100ഓളം രണ്ട് ഭാഗത്ത് ചെറുന്തോടും തോണിച്ചാലുമായിട്ട് താമസിക്കുന്ന ആളുകളെ തലക്ക് മുകളിൽ നിൽക്കുന്ന ഭീകരത ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ഭീകരത ബോധ്യപ്പെട്ടതിന് ശേഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നേരത്തെ നിർത്ത സ്റ്റാൻഡിൽ നിന്നും കൃത്യമായിട്ടുള്ള മാറ്റം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റോഡല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഈ 100ഓളം വീടിൻ്റെ താമസക്കാരെ ജീവൻ സുരക്ഷിതത. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിലുള്ള ആവശ്യം ഈ 2 ക്വാറിയും അടിയന്തരമായി പ്രവർത്തനം നിർത്തിവെക്കണം. അതിന് വേണ്ടിയിട്ടുള്ള അധികാരികളെ ഭാഗത്തു നിന്നുള്ള നടപടികൾ സ്വീകരിക്കണം. ഇതിലെ റോഡ് പണിയോ മറ്റു പണിയോ ഒരു പണിയും ഇവിടെ നടത്താൻ നാട്ടുകാരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി ഞങ്ങൾ അനുവദിക്കില്ല. ഇതിന് പരിഹാരം കാണുന്നത് പരിഹാരം എന്നുള്ളത് നിർത്തിവെക്കുക എന്നുള്ളത് തന്നെയാണ് പരിഹാരം. ഗോതമ്പ് റോഡിന്റെ സർവനാശത്തിന് കാരണമാകുന്ന വിധത്തിൽ ക്വാറികളിൽ കൂട്ടിയിട്ട മൺകൂനകൾ നീക്കം ചെയ്യുക, പ്രദേശത്ത് പുതിയ ക്വാറി ക്രഷറുകൾ തുടങ്ങാൻ അനുവദിക്കില്ല അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരത്തിനിറങ്ങുന്നത്. ഈ മണ്ണ് ഒലിച്ചു വന്നാൽ പൂർണ്ണമായിട്ട് ആ നീരുറവ മുഴുവനും ഫില്ല് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. തീർത്തും ജനങ്ങൾ ഒറ്റപ്പെടുന്ന രീതിയിലേക്കും കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടാവുന്ന രീതിയിലേക്കും വരുന്നൊരു അവസ്ഥയാണെന്നുള്ളത് ഇത് വളരെ വലിയ ഭീകരതയാണ്. അപ്പോൾ ഉടനെ തന്നെ ഈ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെച്ചുകൊണ്ട് ഈ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് പുതിയ റോഡ് വെട്ടിയ മണ്ണ് അവിടെ നീക്കം ചെയ്തുകൊണ്ട് ഇത് നിർത്തിവെപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ്, വില്ലേജ് ഓഫീസർ, ജനപ്രതിനിധികൾ, നാട്ടുകാർ എന്നിവരടങ്ങിയ സംഘം ഇന്ന് സ്ഥലം സന്ദർശിക്കുകയും ക്വാറികൾ നിർത്തിവെപ്പിക്കുകയും ചെയ്തു. 3 ക്വാറികളാണ് 100 മീറ്റർ വ്യത്യാസം പോലുമില്ലാതെ പ്രവർത്തിക്കുന്നതെന്നും മണ്ണെടുത്ത് അതിഭീകരമായ അവസ്ഥയാണ് ഉണ്ടാകുന്നതെന്നും യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ് ക്വാറി പ്രവർത്തിക്കുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു പറഞ്ഞു. ഇവിടെ ക്വാറിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മണ്ണെടുത്തിട്ട് അതിഭീകരത സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. കുറച്ച് സമയം അധികം മഴ പെയ്താൽ അല്ലെങ്കിൽ ഒരു മണ്ണിടിച്ചിലുണ്ടായാൽ ഏകദേശം 50ഓളം കുടുംബങ്ങൾ ദുരിതത്തിലാവും. SC ST കുടുംബങ്ങൾ അടങ്ങുന്ന ഭാഗമാണിത്. യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെ ജനജീവിതത്തിന് അതിഭീകരത സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ 3 ക്വാറികളും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പഞ്ചായത്തിലെ ഭരണാധികാരി, വൈസ് പ്രസിഡന്റ്, മറ്റു മെമ്പർമാർ, വില്ലേജ് ഓഫീസർ, അസിസ്റ്റന്റ് സെക്രട്ടറി അടക്കമുള്ളവരാണ് ഇന്നിവിടെ ഈ സൈറ്റ് വിസിറ്റ് ചെയ്യാൻ എത്തിയിട്ടുള്ളത്. ഇതിനെതിരെ ഇത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിന് എന്ത് നടപടികൾ സ്വീകരിക്കാമോ അത് തന്നെ സ്വീകരിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് തുടർന്ന് നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെ അറിയിക്കുന്നു. പരാതി ലഭിച്ചെന്നും മണ്ണെടുപ്പ് റിപ്പോർട്ട് ചെയ്തെന്നും വില്ലേജ് ഓഫീസർ വ്യക്തമാക്കി. ഇവിടെ ഒരു പരാതി കിട്ടിയ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു. അന്ന് ഞങ്ങൾ ഈ 2-3 മൺകൂനകൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഞങ്ങൾ ഇത്ര മുകളിലേക്ക് എത്തിയ സമയത്താണ് ഇതിൻ്റെ ഒരു ഭീകരത കൃത്യമായി മനസ്സിലാവുന്നത്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഈ മണ്ണ് മുഴുവൻ താഴെ എത്തുന്നൊരവസ്ഥയാണ്. ജില്ലാ ഭരണകൂടത്തിനും തഹസിൽദാർക്കും റിപ്പോർട്ട് നൽകുമെന്നും വില്ലേജ് ഓഫീസർ വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.